ഹലോ, ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പൊ രാവിലെ ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ സമയം. അപ്പൊ നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, വാഗമണ്ണിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്റെ വീടിന്റെ അതുവഴിയാണ് കേട്ടോ പോകാൻ പോകുന്നത്. കാരണം എന്റെ അനിയനും കൂടി വരുന്നുണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ അവനെയും കൂടി പിക്ക് ചെയ്യണം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെ കൊണ്ട് കയറിയതാണ് കേട്ടോ. അപ്പവും പൊറോട്ടയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഈ യാത്രകളൊക്കെ കണ്ട് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് ബോട്ട് ചെയ്യുന്നപ്പോഴത്തേനും വളഞ്ഞെങ്ങാനും വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ കുറച്ച് പേര് ഇറങ്ങി സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുറ്റിക്കാനത്തോട്ടാണ്. കുറ്റിക്കാനത്ത് പോയ വഴിക്ക് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. കോടമഞ്ഞൊക്കെ മൂടി നല്ല തണുപ്പുണ്ടായിരുന്നു. തേയിലത്തോട്ടൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ. അങ്ങനെ നമ്മളിതാ വാഗമൺ എത്തിയിട്ടുണ്ട്. വാഗമൺ മുട്ടക്കുന്നിന്റെ സ്പോട്ടിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇവിടെ എത്തിയിട്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ഒറിജിനലായിട്ട് കിളികൾ പറക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരു പട്ടമേ വാങ്ങിക്കത്തുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരുടെ കളിച്ചോണമെന്ന് പറഞ്ഞാണ് കേട്ടോ ചേട്ടാ ഇവിടെ നിന്ന് പോയത്. അപ്പൊ രണ്ടുപേർക്കൂടെ 2 പട്ടം കണ്ടപ്പോഴത്തേനുള്ള സന്തോഷമാണ് നിങ്ങളിപ്പോ കണ്ടത്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഇതാ വീണ്ടും മഞ്ഞ് മൂടിയിട്ടുണ്ട് കുന്നിന്റെ മുകളിൽ. നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെ ഒന്നും കാണാനേ പറ്റത്തില്ലായിരുന്നു കേട്ടോ, അതുപോലെ മഞ്ഞായിരുന്നു. പിന്നെ അപ്പനും മക്കളും കൂടെ അവിടെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചിറങ്ങാൻ പോവാണ്. ചേട്ടയുടെ കാലിൽ നല്ല പണി കിട്ടിയിട്ട് നിൽക്കുവാണ്. ആ പട്ടം എടുക്കാൻ പോയ വഴിക്കെങ്ങാണ്ട് കിട്ടിയതാണ്. നല്ല അട്ട കടിച്ചിരിക്കുവാണ്. അത്യാവശ്യം നന്നായിട്ട് ചോരയൊക്കെ കുടിച്ച് വീർത്തിരിക്കുവായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് പർച്ചേസ് ഒക്കെ ചെയ്തു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. ഫുഡായിരുന്നു കേട്ടോ കൂടുതൽ വാങ്ങിച്ചത്, കഴിക്കാനായിട്ട് ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്ന് അടിപൊളി കാഴ്ചയായിരുന്നു. ഫുഡ് ചപ്പാത്തി, ചിക്കൻ കറി, ബിരിയാണി, നൂഡിൽസ് ഇതൊക്കെ മാത്രം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. നമ്മൾ വാരി വലിച്ച് ഫുഡൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.